STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനെ നൽകി എരുമപ്പെട്ടിയിൽ കൂട്ടാത്മഹത്യ. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി കുന്നംകുളം നഗരസഭയുടെ ജൈവ ബജറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടന്നു. കുന്നംകുളം ഏരിയ കർഷക കൂട്ടായ്മ സഖാവ് വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനെ നൽകി എരുമപ്പെട്ടിയിൽ കൂട്ടാത്മഹത്യ. എരുമപ്പെട്ടി കടങ്ങോട്ടിൽ ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന. കുടുംബനാഥൻ കൊട്ടിലിംഗൽ സുരേഷ്, ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാലി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുരേഷിനെ വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലും മറ്റു 3 പേരെ വീട്ടുവളപ്പിലെ കിണറ്റിലുമാണ് കണ്ടെത്തിയത്. മക്കളിൽ ഒരാളായ വൈഷ്ണവിയെ നാട്ടുകാർ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഇവരുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നത്. അപ്പോഴാണ് വീടിന് സമീപത്തെ മരത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പിന്നീട് കിണറ്റിൽ നോക്കിയപ്പോൾ ഭാര്യയും 3 മക്കളും കിണറ്റിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലൊരു കുട്ടിക്ക് മാത്രം ജീവനുണ്ട് എന്നറിഞ്ഞ ഉടനെ നാട്ടുകാർ ഈ കുട്ടിയെ പുറത്തെടുത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റു 3 പേരും മരിച്ച നിലയിലായിരുന്നു. സുരേഷ് നാട്ടിലൊരു ചെട്ടി നടത്തിയിരുന്നു. ഇതിൽ സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ നാട്ടിലെ അടുത്ത ആളുകളിൽ നിന്നും കനത്ത പലിശ നിരക്കിൽ പണം കടം വാങ്ങിയിരുന്നു. പിന്നീട് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരികയും ഇവർ വീട്ടിൽ വന്ന് സ്ഥിരം ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കടുത്ത മനോവിഷമം മൂലമാണ് സുരേഷും കുടുംബവും ഈ കടുത്ത നിലപാട് എടുക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി കുന്നംകുളം നഗരസഭയുടെ ജൈവ ബജറ്റ്. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി 107,75,88,031 രൂപ വരവും 102,61,88,710 രൂപ ചിലവും 5,13,99,321 രൂപ മിച്ചവുമുള്ള നഗരസഭയുടെ ജൈവ ബജറ്റ് വൈസ് ചെയർമാൻ PM സുരേഷ് അവതരിപ്പിച്ചു. കുന്നംകുളത്തിന്റെ വികസന സ്വപ്നങ്ങളും നവകേരളത്തിനായുള്ള ജനകീയ ആസൂത്രണവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഇനിയും സഫലീകരിക്കാത്ത നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇതിനാവശ്യമായ പണം അനുയോജ്യമായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയായി കണ്ടെത്തണമെന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. അറവുശാലയുടെ നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ബജറ്റ് 75 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ 10 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഏറ്റവും നവീനമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി പൊക്കംപാറയിൽ നമ്മുടെ ഗ്രൗണ്ടിൽ പ്രതിദിനം 3 ടൺ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് നാം നടത്തി വരികയാണ്. പ്ലാസ്റ്റിക് കളക്ഷന് വേണ്ടിയുള്ള സ്റ്റോറേജ് ഷെഡുകൾ നിർമ്മാണം പൂർത്തിയാക്കി വരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Roja Park Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446145776, 9446145778.
തുടരുന്നു. കുന്നംകുളം ഏരിയ കർഷക കൂട്ടായ്മ സഖാവ് വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഏരിയ കർഷക കൂട്ടായ്മ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ടൗണിൽ വെച്ച് നടന്നു. KSKTU ജില്ലാ ട്രഷററും തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ സഖാവ് വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ല്, നാളികേരം എന്നിവയുടെ സംഭരണ വില ഉയർത്തുക, സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക, വരൾച്ച മൂലം കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുക, കൃഷിയുടെ നഷ്ടപരിഹാര സംഖ്യ വർദ്ധിപ്പിക്കുക, വയൽ സംരക്ഷിക്കുന്ന കർഷകർക്ക് റോയൽറ്റി നൽകുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു കൂട്ടായ്മ. ചടങ്ങിൽ M. ബാലാജി, MP പ്രവീൺ എന്നിവർ സംസാരിച്ചു. K. കൊച്ചനിയൻ അധ്യക്ഷത വെച്ച ചടങ്ങിൽ KP രമേശ് സ്വാഗതവും CT ബാബു നന്ദിയും രേഖപ്പെടുത്തി. സംസ്ഥാനത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ വിവിധ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാർഷിക കടങ്ങൾ എഴുതി തള്ളണമെന്നാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ കുന്നംകുളം നിയോജക മണ്ഡലം സമ്മേളനം ഇന്ന് ഇട്ടിമാണി മെമ്മോറിയൽ ഹാളിൽ വെച്ച് DCC പ്രസിഡന്റ് ശ്രീ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബൂത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ പൂർത്തിയാക്കി കുന്നംകുളം നിയോജക മണ്ഡലത്തിനകത്തുള്ള 169 തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാർക്ക് നമ്മുടെ കീഴിലുള്ള വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിപാട് പൂർത്തിയാക്കാത്ത ആരെങ്കിലും അമ്പലനടയിൽ നിന്ന് ചന്ദനവും കളവും വാങ്ങി പോരാറുണ്ടോ? ഇത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ജീവൻ മരണ തീരുമാനത്തിന്റെ ഭാഗമായുള്ള മീറ്റിംഗാണ്. വിപണി അടയ്ക്ക പഴയത് 4200 രൂപ മുതൽ 4700 രൂപ വരെ, പുതിയത് 4300 രൂപ മുതൽ 4800 രൂപ വരെ, രണ്ടാം തരം 3000 രൂപ മുതൽ 3800 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ നടുക്കി എരുമപ്പെട്ടിയിൽ കൂട്ടാത്മഹത്യ. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി കുന്നംകുളം നഗരസഭയുടെ ജൈവ ബജറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനം നടന്നു. കുന്നംകുളം ഏരിയ കർഷക കൂട്ടായ്മ സഖാവ് വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.